ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹെൽത്തി റെസിപ്പീസ്. ഇന്ന് നമുക്ക് ചെറുപയർ കൊണ്ട് വളരെ ഹെൽത്തിയായ ഒരു പായസം ഉണ്ടാക്കാം. പാലോ തേങ്ങാപ്പാലോ ഒന്നും ആവശ്യമില്ല. മാത്രമല്ല ഇത് നമുക്ക് ഏത് നേരവും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണ്. ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കഴിക്കാറുണ്ട്. കുട്ടികൾ വൈകുന്നേരം കളിയൊക്കെ കഴിഞ്ഞ് നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ചെറുപയർ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ അവർ വയറ് നിറച്ച് കഴിച്ചോളും. ചെറുപയറൊക്കെ എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നതാണല്ലോ. പ്രോട്ടീൻ റിച്ച് ആയ ചെറുപയർ കൊണ്ട് പലതരം ഡിഷസ് ഉണ്ടാക്കി കഴിച്ച് നമ്മളൊക്കെ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സർക്കാർ റേഷൻ കട വഴി തരുന്ന കിറ്റിലൊക്കെ ചെറുപയർ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ചെറുപയർ കുതിർത്ത് വെക്കണം. ഇതിപ്പോൾ 1 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 5-6 മണിക്കൂർ കുതിർത്തതാണ്. കുതിർക്കാതെയും ഉണ്ടാക്കാം, പക്ഷേ കുറച്ചധികം സമയം വേവിക്കേണ്ടി വരും. ചെറുപയർ മാത്രമല്ല ഏത് തരം ധാന്യമായാലും കുതിർത്ത് ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുമാത്രമല്ല ഹെൽത്തി ആവുകയും ചെയ്യും. ഇപ്പോൾ ഞാനിത് കുക്കറിലിട്ട് 2 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുകയാണ്. വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. നല്ല അയൺ റിച്ചായ രാഗിപ്പൊടി വേണം. ഒരു 3 ടേബിൾ സ്പൂൺ രാഗിപ്പൊടിയും ഒരു 3/4 കപ്പ് തേങ്ങ ചിരവിയതും പിന്നെ ഒരു 3 ക്യൂബ് ശർക്കരയും. എല്ലാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ടാണ് ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റിയ സൂപ്പർ ഹെൽത്തി ഡിഷാണെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇപ്പോൾ 2 വിസിൽ വരെ വേവിച്ച് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, പാകത്തിന് വെന്തെടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ബാക്കിയുണ്ട് കുക്കറിൽ. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മുടെ ശർക്കര ഒന്ന് പാനിയാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര പാനിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ ചെറുപയറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. ഈ ശർക്കരയിലെ മധുരമൊക്കെ നമ്മുടെ ചെറുപയറിൽ പിടിക്കണം. ചെറുപയർ വേവിക്കുമ്പോൾ ഉപ്പിടാത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ശർക്കരയിലെ മധുരമൊക്കെ പിടിച്ച് നന്നായിട്ട് ചെറുപയർ നന്നായിട്ട് വെന്ത് കിട്ടണം. ഈ സമയത്താണ് നമ്മളിതിലേക്ക് രാഗി ചേർക്കേണ്ടത്. രാഗിപ്പൊടി ചേർക്കുമ്പോൾ നേരിട്ട് ചേർത്താൽ കട്ട പിടിച്ചു പോകും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി ലൂസാക്കിയതിന് ശേഷം നമുക്കിത് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറുപയറിൽ നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ സമയത്താണ് ഞാൻ രാഗി കലക്കിയത് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ രാഗിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ രാഗിപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ രാഗി കുതിർത്ത് അരച്ച് ചേർത്താലും മതി കേട്ടോ. ഇത് കുറച്ച് സമയം തിളക്കണം. ഒരു 2-3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ രാഗി വെന്ത് കിട്ടുകയുള്ളൂ. മധുരം കുറച്ച് കുറവുണ്ടെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തതാണ്. ഇപ്പോൾ ഇതാ രാഗിയൊക്കെ തിളച്ച് കുറുകി പാകമായിട്ടുണ്ട്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ലൂസാക്കാം. എനിക്ക് ഈ കൺസിസ്റ്റൻസിയിൽ കഴിക്കുന്നതാണ് ഇഷ്ടം. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നട്ട്സൊക്കെ വറുത്ത് ചേർക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ശർക്കര ചെറുപയർ പായസം റെഡി ആയത് കണ്ടില്ലേ? എത്ര ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ ഹെൽത്തിയുമാണ്. വേണമെങ്കിൽ വൻപയർ കൊണ്ട് ഉണ്ടാക്കാം കേട്ടോ, പക്ഷേ ചെറുപയറാണ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് വിതറി ഉപയോഗിക്കാം, വേണമെങ്കിൽ നെയ്യ് ചേർക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ഹെൽത്തിയായ ഈ ഫുഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.